ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബജറ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ ബജറ്റായിരുന്നു. ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം രമേശ് ചെന്നിത്തലയോ അല്ലാതെ ആരെങ്കിലും ചെയ്തിട്ടൊക്കെയാണ് പോയത്. അപ്പം ദ്രോഹിക്കല്ലേ എന്നുള്ളതാണ്. കാരണം പുള്ളിയേക്കാൾ സീനിയറാണ്. അപ്പോൾ അനുഗ്രഹം മേടിച്ചതും കൂടിയായിരിക്കും. കോട്ടയത്തെ സ്കൈ വാക്കിനെ കുറിച്ച് പറയുമ്പോഴേ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകപ്പാടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ആ സ്കൈ വാക്ക് ഒന്ന് ശരിയാക്കി തരണം, ആകാശവാദം ഒന്ന് റെഡിയാക്കി തരണം. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക തെറി. പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചു. അത് റോഡ് ടാക്സ് കുറച്ച് നല്ല കാര്യമാണ്. കാരണം പൊല്യൂഷൻ കുറച്ചുകൂടെ കുറയും, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ പോകും. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം ഉള്ളവർക്ക് ആ വാഹനം ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പം ഈ പുതിയ സർക്കാർ വന്നിട്ടും കറണ്ട് കെട്ട് കൊടുന്നുകൊണ്ടിരിക്കുക. ഇത് ചാർജ് ചെയ്യണമല്ലോ, കറണ്ട് വേണം. പിന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഓരോ കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് മാറ്റി വെച്ചിരിക്കുന്നത് 10 കോടി രൂപ. 78 ലക്ഷം കുടുംബമുണ്ട്. എക്സൈസ് വകുപ്പിന് കേരളത്തിൽ ഒരു എക്സാമിനേഷൻ ലാബില്ല. പുള്ളി പറഞ്ഞു, പുള്ളി ഇത് ഈ വകുപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് വകുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാജഭായ് നമസ്കാരം. നമസ്കാരം. എല്ലാ ബഡ്ജറ്റുകളും, ഒരുപാട് ബഡ്ജറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതുബോധത്തെ എങ്ങനെ കയ്യിലെടുക്കാമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് നിലവിലത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് കൃത്യമായൊരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും ആദ്യം കാണുമ്പോൾ അത് വളരെ നല്ലതാണെന്ന് തോന്നുകയും എന്നാൽ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അതിനകത്ത് ശക്തമായ എതിർപ്പുകൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ബഡ്ജറ്റിനെ രാജഭായ് എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ബഡ്ജറ്റ് എന്ന് പറയുമ്പം പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ആൾ കെ എം മാണിയാണ്. കേരളത്തിൽ ഏറ്റവും മികച്ച ബജറ്റ് അവതരിപ്പിച്ച ആൾ ആരാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വിശ്വനാഥ മേനോനാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അതിനുശേഷം തോമസ് ഐസക്കാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ടൊക്കെ ഉള്ള ഒരു പിന്നെ ഇതിലേക്ക് പോയത് തോമസ് ഐസക്കിൻ്റെ സമയമാണ്. പക്ഷേ ഈ ബജറ്റ് വി ഡി സതീശനും ഒട്ടും മോശമൊന്നുമില്ല സാമ്പത്തിക കാര്യങ്ങൾക്കകത്ത്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ പിന്നെ ഇത് തോമസ് ഐസക്കുമായിട്ട് സംവാദം നടത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബജറ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ ബജറ്റായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ ബജറ്റിനെ ഇവിടുത്തെ വിവരമില്ലാത്ത പിന്നെ ഈ കമ്മിക്കൂട്ടങ്ങൾ ആഗോളവൽക്കരണം, പിന്നെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർത്തമാനം പറഞ്ഞു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു മാസം ഫോൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 10,000 രൂപ മുടക്കേണ്ടി വരുമായിരുന്നു പുള്ളിയുടെ. അപ്പം പിന്നെ മൻമോഹൻ സിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാമ്പത്തിക വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവും പിതാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നരസിംഹറാവു ആണ് ആധുനിക ഇന്ത്യയിലെ പിതാവെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ കോൺഗ്രസ്സുകാർ നരസിംഹറാവുവിനെ മറന്നാലും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും നരസിംഹറാവുവിനെ തെറി വിളിച്ചാലും എൻ്റെ നിലപാട് അത് തന്നെയാണ്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്. പക്ഷേ ഈ ബജറ്റിൻ്റെ ന്യൂസുകൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചപ്പം മോഹൻലാൽ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കാണുന്നത്. മോഹൻലാലിന് വീട്ടിലെ ബജറ്റ് തന്നെ കൃത്യമായിട്ട് അറിയാത്ത ഒരാളാണ്. സിനിമയുടെ ബജറ്റ് ചോദിച്ചാൽ തന്നെ പുള്ളിക്ക് വേണമെങ്കിൽ വലിയ ധാരണയൊന്നും ഉണ്ടാകത്തില്ല. പുള്ളി അതുകൊണ്ടാണല്ലോ വല്ലാതെ പിന്നെ പ്രൊഡക്ഷൻ ഹൗസും തുടങ്ങിയോ അല്ലാതെ അങ്ങനെ അങ്ങ് ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ ടച്ച് ചെയ്തെങ്കിലും പിന്നെ ഇവർ ഒക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ്, ജോർജൊക്കെ കൂടെ ഉള്ള ജോർജല്ല നമ്മുടെ അവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് അത് നടക്കുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമയ്ക്ക് വ്യവസായ പദവി നൽകുന്നു. കൊച്ചിയിൽ JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. സമീപകാലത്ത് അന്തരിച്ചുപോയ പ്രിയപ്പെട്ട നടൻ പിന്നെ സഹൃദയനായിരുന്ന മലയാളികളുടെ പ്രിയങ്കരനായിരുന്ന സലീം കുമാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ സ്മാരകം നിർമ്മിക്കും. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് സ്ഥിരം വേദി ഉണ്ടാക്കും. ആൻറ്റി പൈറസി സെല്ല് തുടങ്ങിയവ അത് പിന്നെ അതിനുവേണ്ടി കൂടുതൽ പൈസ അലോക്കേറ്റ് ചെയ്ത് വ്യാപകമാക്കും. അത് ആവശ്യമുള്ള കാര്യമാണ്. കാരണം കാശ് മുടക്കി സിനിമ എടുക്കുന്നതുകൊണ്ട് അത് മുഴുവൻ കോപ്പി അടിച്ച് പോവുകയാണ്. അപ്പം ഞാനിത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആദ്യം വായിച്ചത്. അത് വായിച്ചപ്പോൾ ഇത് സംസ്ഥാനത്തിൻ്റെ ബജറ്റാണോ അമ്മയുടെ ബജറ്റാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിപ്പോയി.
സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട. പിന്നീട് ബജറ്റിൻ്റെ മെറിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മെറിറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് രണ്ട് തരത്തിൽ. കാരണം ഒന്ന്, ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ബജറ്റ് മൊത്തത്തിൽ ഞാൻ വായിച്ചില്ല കേട്ടോ സത്യത്തിൽ. ഞാൻ ജസ്റ്റ് TV റെഫർ ചെയ്യുകയും കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ബജറ്റ് ഒരുപാട് പേജുണ്ട്. അത് ഇരുന്ന് നമ്മൾ പിന്നെ വരും ദിവസങ്ങളിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ ഇരുന്ന് റെഫർ ചെയ്തിട്ട് ബജറ്റിനെ കുറിച്ച് തന്നെ അവലോകനം നടത്തേണ്ടതുണ്ട്. അത് 1-2 സെഷനായിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാനത് പലതും എൻ്റെ നോട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ മനസ്സിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് പിന്നെ യെല്ലോ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്ത് തന്നെ നമ്മളതിനെക്കുറിച്ച് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളെയും കൂടെ വിളിച്ചു വരുത്തിയിട്ടും കൂടെ നമുക്ക് ചെയ്യാൻ ചർച്ച നടത്താനുണ്ട്. അപ്പം ഇത് പിന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം രമേശ് ചെന്നിത്തലയോ അല്ലാതെ ആരെങ്കിലും ചെയ്തിട്ടൊക്കെയാണ് പോയത്. അപ്പം ദ്രോഹിക്കല്ലേ എന്നുള്ളതാണ്. കാരണം പുള്ളിയേക്കാൾ സീനിയറാണ്. അപ്പോൾ അനുഗ്രഹം മേടിച്ചതും കൂടി ആയിരിക്കും. ഇതിനകത്ത് ട്രഷറി വകുപ്പിന് 20 കോടി, അതെന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. 20 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളുള്ള നാട്ടിലാണ് 20 കോടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചു, റോഡ് ടാക്സ് കുറച്ച് നല്ല കാര്യമാണ്. കാരണം പൊല്യൂഷൻ കുറച്ചുകൂടെ കുറയും, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ പോകും. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം ഉള്ളവർക്ക് ആ വാഹനം ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പം ഈ പുതിയ സർക്കാർ വന്നിട്ടും കറണ്ട് കെട്ട് കൊടുന്നുകൊണ്ടിരിക്കുക. ഇത് ചാർജ് ചെയ്യണമല്ലോ, കറണ്ട് വേണം. പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം ഈ KSRTCയിലേക്ക് സ്ത്രീകളുടെ പോക്ക് കൂടെ വന്നപ്പോൾ. പിന്നെ പൂന്തുറയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ ഹാർബർ പോർട്ടും കണ്ടമാനം പറയുന്നുണ്ട്. അതൊക്കെ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനതിന് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, നല്ല കാര്യമാണ്. കാരണം എല്ലായിടത്തും മറ്റിടത്ത് ഹാർബറിലൊക്കെ മനുഷ്യന് പിന്നെ എല്ലാവർക്കൊക്കെ പോയിട്ട് നമുക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥയൊക്കെ ചീഞ്ഞളിഞ്ഞ് കിടക്കുകയായിരിക്കും. അപ്പോൾ ആധുനികവൽക്കരണം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അത് ഏറെക്കുറെ കേരളത്തിലെ ഒരു സൈഡ് മുഴുവൻ തീരമാണ്. അത്രയും പിന്നെ സമുദ്ര തീരത്താൽ സമ്പന്നമായിട്ടുള്ള ഒരു സൈഡ് മുഴുവൻ, ഒരു ബോർഡർ മുഴുവൻ കടലാണ്. ആ ഒരു ബോർഡർ മുഴുവൻ പല പ്രൊജക്റ്റുകളും അദാനിക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൃത്താലയിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി, അത് നല്ല കാര്യമാണ്. ആ മേഖലയിൽ അങ്ങനെ വലിയ സംവിധാനമൊന്നുമില്ല. അവർക്ക് ദില്ലിയിലും പിന്നെ ഇവിടെയൊന്നും വന്ന് പഠിക്കാൻ പറ്റുന്ന ആളുകളില്ല, സാധാരണക്കാരായ മനുഷ്യരാണ്. പിന്നെ അതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ശ്രീനാരായണ ഗുരുദേവന് ദില്ലിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും. ശ്രീനാരായണ ഗുരുദേവൻ്റെ തലയുടെ മുകളിലും ഇനി കാക്ക തോന്നുന്നത് കാണേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. കാരണം ഈ പ്രതിമാ സംസ്കാരം തന്നെ എടുത്തു കളയണമെന്നുള്ള അഭിപ്രായമാണ്. അതേപോലെ തന്നെ ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദൻ മേനോന് സ്മാരകം, പനമ്പള്ളിക്ക് അവിടെ പനമ്പള്ളി കോളേജ് തന്നെയുണ്ട് നിലവിൽ. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഈ സ്മാരകങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള സ്മാരകങ്ങൾ കൊണ്ടൊരു കാര്യം. അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന് 2000 കോടി മുടക്കി പോണ നേരത്തെ ഒരു വലിയൊരു സ്മാരകം പണിയുക, ലോകത്ത് മുഴുവൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക. പിന്നെ മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും. മലപ്പുറത്ത് ക്യാൻസർ സെൻറ്റർ, അത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രൊപ്പോസലായിരിക്കും. ക്യാൻസർ സെൻറ്റർ ആവശ്യമാണ്. തലശ്ശേരിയിലോട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് ഇവിടെയോട്ടും വരുന്നതിന് പകരം തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഉള്ളവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നൊരു കേന്ദ്രമായിട്ട് മാറും. സലീം കുമാറിന് സ്മാരകത്തിന് 1 കോടിയാകട്ടെ. പക്ഷേ ആ സ്മാരകമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവണം. അല്ലാതെ ചുമ്മാ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടിട്ട് അവിടെ പിന്നെ ആൾക്കാർക്ക് വൈകുന്നേരം കുറച്ചുകൂടി സാംസ്കാരികപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പറവൂർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ അയക്കും. അല്ല വേണമെങ്കിൽ കൾച്ചറൽ റിസർച്ച് സെന്ററോ അങ്ങനെ എന്തെങ്കിലും. പ്രത്യേകിച്ച് ഇടതുപക്ഷ കേന്ദ്രമാണല്ലോ VD സതീശൻ തുടർച്ചയായിട്ട് ജയിക്കുന്നു പറഞ്ഞാലും. പിന്നെ പൊന്നാനി കേന്ദ്രമാക്കി കൾച്ചറൽ ബിനാലെ. അത് കാരണം എന്ന് വെച്ചാൽ പിന്നെ പുള്ളിയുടെ വലങ്കയാണ് നൗഷാദ് അലി പറഞ്ഞു കാണും, കൊച്ചിയിൽ ബിനാലെ ഉണ്ട്, ഞങ്ങൾക്ക് പൊന്നാനിയിലും ബിനാലെ വേണം. ബിനാലെ എന്താണെന്നൊന്നും അറിയത്തില്ലായിരിക്കും, അതിലോ ഒരെണ്ണം ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു കാണും. അത് പണ്ടത്തെ. പിന്നെ പണ്ട് പിന്നെ രണ്ട് കോവർക്കഴുതിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ആറന്മുള കണ്ണാടി എക്സിബിഷൻ സെൻറ്ററിന് 1 കോടി. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആറന്മുള കണ്ണാടി പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്, നമ്മുടെ ബ്രാൻഡാണ്, അത് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എലിവേറ്റഡ് ഹൈവേയുടെ പഠനത്തിന് വേണ്ടി 1 കോടി വേണ്ടി വരും. ഇന്നത്തെ അതിന് സ്റ്റഡി സർവേ വേണം. നടക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്.
കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. നിലമ്പൂർ സർക്കാർ കോളേജിന് സ്വന്തമായി. കോട്ടയത്തെ സ്കൈ വാക്കിനെ കുറിച്ച് പറയുമ്പോഴേ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകപ്പാടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളത്, ആ സ്കൈ വാക്ക് ഒന്ന് ശരിയാക്കി തരണം, ആകാശവാദം ഒന്ന് റെഡിയാക്കി തരണം. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക തെറി. ചത്തു കഴിഞ്ഞാലെങ്കിലും തുമ്മാതിരിക്കണം എന്നുള്ളതായിരിക്കും. അപ്പം പിന്നെ നിലമ്പൂർ സർക്കാർ കോളേജിന് സ്വന്തമായി കെട്ടിടം. നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് അനുവദിച്ചത് 10 വർഷത്തോളമായി പിണറായി സർക്കാർ അനുവദിച്ചിട്ട്. ഈ കാലം വരെ 1 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് കെട്ടിടം ഉണ്ടാക്കാനുള്ള പണി നോക്കിയിട്ടില്ല. നിലമ്പൂർ കോളേജ് എന്ന് പറഞ്ഞിട്ട് പൂക്കോട്ടുംപാടം എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിരിക്കുക, യാത്രാ ദുർഘടം ഉള്ള സ്ഥലത്ത്. വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമായിരുന്നു പേരിന് കോളേജ് പിണറായി സർക്കാർ ചെയ്തത്. രവിമാഷ് വിദ്യാഭ്യാസ മന്ത്രിയായി, ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ആർ ബിന്ദു വന്നു. ഒന്ന് രവിമാഷ് തുടങ്ങി വെച്ചു. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ഇവരാരും നടത്തിയിട്ടില്ല. ഏറ്റവും വലിയ വൃത്തികേടാണ് കാണിച്ചത്. ഒരു പിന്നെ പെട്ടിക്കട പോലുള്ള സാധനത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ് കോളേജാണ് അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിന് പിന്നെ സ്വന്തമായി കെട്ടിടം എന്ന പ്രൊജക്റ്റ് വളരെ മനോഹരമായ, കാരണം നിലമ്പൂരുകാരനൂടെയായി എനിക്കറിയാം, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. അവിടെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി പുനഃപരിശോധിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ന്യായവില ചില സ്ഥലത്ത് വില കുറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡൊക്കെ വില കുറയുകയായിരുന്നു. കാരണം അത് വേറെ കാര്യം പരിശോധിക്കണം. ഈ ഭൂമിയുടെ ന്യായവിലയുമായി ബന്ധപ്പെട്ടിട്ട് പോകുന്ന സമയത്ത് ഈ ഗവൺമെൻറ് പദ്ധതികൾ വരുന്ന പ്രദേശത്തെ സ്ഥലത്തിന് ന്യായവില കൂട്ടിയിട്ടിട്ടുണ്ട്. അത് പലപ്പോഴും അത് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും ചില ഗെയിമുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ന്യായവില കൂട്ടുന്നതല്ല, ന്യായവില കൂട്ടണം. അങ്ങനല്ല, ചിലർ വെറുതെ കൂട്ടിവിട്ടിട്ടുണ്ട്. ഇപ്പം രാജഭായി ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലയിടത്ത് ന്യായവില വളരെയധികം കൂട്ടിയിട്ടുണ്ട്, ചിലയിടത്ത് വളരെയധികം കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഗിഫ്റ്റ് സിറ്റി വരാൻ വേണ്ടിയിട്ട് അങ്കമാലിക്ക് അടുത്തൊരു സ്ഥലം നോക്കുന്നു. ആ പ്രദേശത്തെ ഒരു സാധാരണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നേണ്ട 60,000-65,000 രൂപയ്ക്കൊക്കെ ആ ഒരു സമയത്ത് സ്ഥലത്തിന് വില ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ന്യായവില എനിക്ക് തോന്നേണ്ട 1.5 ലക്ഷം രൂപയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വരും. കാരണം അവിടെ ഡീല് നടക്കുന്ന ചിലപ്പോൾ 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ആയിരിക്കും ചിലപ്പം. അങ്ങനെ വരുമ്പോൾ ന്യായവില കൂട്ടണം, എന്നാലേ ടാക്സുകൾ വരുള്ളൂ. അപ്പോൾ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ന്യായവില കൂട്ടണം, പിന്നെ കാലാനുസൃതമായിട്ട്. പിന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഓരോ കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് മാറ്റി വെച്ചിരിക്കുന്നത് 10 കോടി രൂപ. 78 ലക്ഷം കുടുംബമുണ്ട്. 10 കോടി രൂപ. 10 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കുടുംബത്തിനാണ് കിട്ടാൻ പോകുന്നത്. 25 ലക്ഷം രൂപ 40 പേർക്ക്. അല്ല, പ്രീമിയം അടയ്ക്കേണ്ടി വരും. ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം അടയ്ക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 25 ലക്ഷം പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും വരും. അപ്പൊ 78 ലക്ഷം × 10,000 കൂട്ടി നോക്കിയാൽ മതി. അതെ. അപ്പൊ ഇത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പദ്ധതി പ്രഖ്യാപിച്ച് ഇവർ കുടുങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് മെഡിസപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അവിടെ നിൽപ്പുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് എതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി, അതൊക്കെ പിന്നെ ക്ലീശ സാധനങ്ങളാണ്, എല്ലാ സർക്കാരുകളും മാറി മാറി വരുന്നത്. ഓപ്പറേഷൻ തൂഫാന് 10 കോടി ഒരു വർഷത്തേക്ക്. അതുകൊണ്ട് ഒന്നും ആകത്തില്ല. ഓപ്പറേഷൻ തൂഫാന് 10 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എക്സൈസ് വകുപ്പിലെ വണ്ടികൾക്ക് ഓപ്പറേഷൻ തൂഫാനുമായിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓടേണ്ടി വരുന്ന അധിക കിലോമീറ്ററുകൾക്ക് വേണ്ടി വരുന്ന ഇന്ധന ചെലവിൻ്റെ 1 മാസത്തെ ചെലവ് വഹിക്കാൻ ഈ 10 കോടി കൊണ്ട് മതിയാവില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായിട്ടും. അതായത് ഓപ്പറേഷൻ തൂഫാന് വേണ്ടിയിട്ട് മിനിമം ഒരു 50 കോടിയോ 100 കോടിയോ രൂപ മാറ്റി വെക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അടുത്തത് പിന്നെ വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരാക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവും. പക്ഷേ അതിനകത്ത് കുറെ മറ്റു ചില റീസൺസും അതിനകത്ത് പ്രശ്നങ്ങളാവുന്നുണ്ട്. ഇടപെടലുകളൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓഫീസിലിരിക്കുന്ന ഒരു ജോലിയല്ല, അത് ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കേണ്ട. ഫീൽഡിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്ന മിടുക്കരായിട്ടുള്ള ആൾക്കാർ. കായികക്ഷമത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര ഗുണ്ടകളൊന്നുമല്ല. ഈ SHO എല്ലാവരും പോയിട്ട് നേരിട്ട് പോയിട്ട് പിടിക്കാൻ മുമ്പിൽ നിന്ന് നമ്മൾ തർക്കത്തിലേക്ക് പോകണ്ട. ഞാൻ പറയട്ടെ, വ്യോമിക സിംഗ് എന്ന് പറയുന്ന പിന്നെ എയർഫോഴ്സിൽ നിൽക്കുകയും പിന്നെ കേണൽ സോഫിയ ഖുറേഷിയുടെയും ഒക്കെ കഥകൾ വായിക്കുന്ന കാലത്ത് നിശാന്തിനി IPS-ഉം പൊങ്കുള്ളി IPS കോടികളിൽ ഒന്ന് മാത്രമല്ല രാജുഭായി, ആകെ വിവരം കേട്ട ഒന്നും ഉണ്ടായിട്ടുള്ളത് ഒരു RC ലേഖ മാത്രമല്ല. അപ്പം ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിൽ വികസിപ്പിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. തീർത്ഥാടകരെ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റവന്യൂ വർദ്ധിക്കും എന്നുള്ള കാര്യമാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടു കുറയ്ക്കും.
കാരണം ആദ്യം ജൂനിയർ പിന്നെ ഏതെങ്കിലും ഒരു LDCയുടെ അടുത്ത് പോകണം, പിന്നെ UDCയുടെ അടുത്തോട്ട് അവൻ വിടും, പിന്നെ അവൻ്റെ അടുത്ത് ജൂനിയർ സൂപ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകും, പിന്നെ ഇവിടെയോട്ട് പോകും, പിന്നെ ഇങ്ങനെ പോകും. ഇങ്ങനെ വകുപ്പ് സെക്രട്ടറി അടുത്ത് പോയിട്ട് അവസാനം മന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഫയൽ ഒപ്പിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 വർഷം കണക്കാണ്. പക്ഷേ ഡിജിറ്റലൈസേഷൻ ആയില്ലേ സെക്രട്ടറി? അല്ല, ഇപ്പം എത്ര ഡിജിറ്റലൈസേഷൻ ആയാലും ഇത്രയും സെക്ഷൻ ഇത് ഹോൾഡ് ചെയ്ത് ഒരുത്തൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ഹോൾഡ് ചെയ്തിരുന്നു. പിന്നെ അവനോട് മറ്റവൻ ചോദിക്കുമ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ 4 വട്ടം ചോദിക്കുമ്പോൾ അത് ഞാൻ നോക്കാം, അത് ഞാൻ നോക്കിക്കോളാം കീഴ് ജീവനക്കാരനാണല്ലോ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ നിന്ന് പിന്നെ മേളോട്ട് കൊടുത്തു വന്നിട്ട് അതേസമയം താല്പര്യമുള്ള കഴിവുള്ള ആൾക്കാരതാണെങ്കിൽ അവർ മേളിൽ നിന്ന് പിന്നെ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കും, അത് പെട്ടെന്ന് എന്ന് പറയും. അപ്പം അത് അങ്ങനെ വരുത്തിക്കാൻ ശേഷിയില്ലാത്ത സാധാരണക്കാരൻ്റെ ഫയലും അവിടെ കിടക്കും, അത് വലിയ ഉണ്ടാവുകയുള്ളത്. പിന്നീട് പോസിറ്റീവായിട്ടുള്ള സാധനം, ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി വികസിപ്പിക്കാൻ സർക്കാർ സഹായം, പോസിറ്റീവാണത്. എക്സൈസ് വകുപ്പിന് കെമിക്കൽ എക്സാമിനേഷൻ ലാബ്, അതിനോട് 2 ദിവസം മുമ്പ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു എന്നോട് പറഞ്ഞായിരുന്നു. കാരണം അന്തം വിട്ടുപോയൊരു കാര്യം, എക്സൈസ് വകുപ്പിന് കേരളത്തിൽ ഒരു എക്സാമിനേഷൻ ലാബില്ല. പുള്ളി ഇത് ഈ വകുപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് വകുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കൊക്കെ നല്ല ബന്ധമുണ്ട്, അപ്പം പുള്ളിക്ക് ആ ബന്ധമില്ല. അപ്പം എക്സൈസ് വകുപ്പിന് കേരളത്തിൽ ഞെട്ടിപ്പോയി, ഞാനും അത്ഭുതപ്പെട്ടു പോയി. എക്സൈസ് വകുപ്പിന് എക്സാമിനേഷൻ ലാബില്ല. പിന്നെ ഈ സാമ്പിൾ ശേഖരിച്ചിട്ട് വ്യാജമാണ് ഇതാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ പോകും? ഇതാണ് പ്രശ്നം. തിരിമറി നടക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിന് നല്ല ടെസ്റ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കായിരുന്നു, നല്ലതാണോ ഒറിജിനലാണോ എന്നൊക്കെ ഉള്ളത്. ലാബിൻ്റെ ഒന്നും ആവശ്യമില്ല, പൈസ എനിക്ക് തന്നാൽ മതിയായിരുന്നു. ഏതാണ് ബ്രാൻഡ്, എത്ര ഇതിനകത്ത് എത്ര കണ്ടന്റ് എന്നൊക്കെ ഉള്ളത്. പിന്നെ അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി, അത് സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് മറ്റേ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഈ വൻകിട പൈസക്കാരൻ മുടക്കിയിട്ട് ഇപ്പോൾ യൂസഫ് അലി സ്കൂളുണ്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും സഭകളിലെ ചില വലിയ വമ്പന്മാർക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പാലയൊക്കെ പോലുള്ള കുറേ ആൾക്കാർ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവന്മാർ തുടങ്ങുന്ന ഏതെങ്കിലും സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്, അഴിമതിക്കുള്ള സാധ്യതയുണ്ട്. ആ സ്കൂള് അലോട്ട് ചെയ്യുന്ന പിന്നെ സർക്കാരിന് ഒരു നിശ്ചിത സംഖ്യ കിട്ടും. കാരണം അവിടുത്തെ അപ്പോയിൻമെൻറ്റിനകത്ത് ഒരു പിന്നെ സ്ഥല MLAയും വകുപ്പ് മന്ത്രിയും ഒക്കെ പറയും, ഒരു 4 പേരെ എൻ്റെ വക കയറ്റണം, 4 പേരെ എൻ്റെ വക കയറ്റണം എന്ന് പറയും. അങ്ങനെ കയറിയിട്ട് ഇപ്പം ഒരു അപ്പോയിൻമെൻറ്റിനൊക്കെ മേടിക്കുന്നത് 1 CR വരെയൊക്കെ മേടിക്കുന്നുണ്ട്, +1 ഹൈസ്കൂളിലൊക്കെ ഇപ്പം 50 ലക്ഷമാണ് മേടിക്കുന്നത്. ഇത് മേടിക്കുമ്പോൾ 4 പേരുടെ അടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ 2 കോടിയായി. അപ്പോൾ അത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു കള്ളക്കളി ഒളിച്ചിരിപ്പുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് പൊതു ഇടങ്ങളിൽ റാമ്പടക്കമുള്ള സൗകര്യങ്ങൾ, ഇറ്റ്സ് ഫൈൻ. അത് എല്ലാ ഇന്ത്യയിൽ മാത്രമേ ഉള്ളത്, ഇല്ലാത്തതെന്നല്ല അഭിപ്രായം. ഇന്ത്യയിൽ പാകിസ്ഥാനും അതേപോലെയുള്ള നേപ്പാളും ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ, ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ളത്, സ്കാൻഡിനേവിയൻ കൺട്രീസിലും സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കും. കാരണം ഖാദി ഒരുപാട് ക്ഷേമനിധി ബോർഡുകൾ, ഖാദി ക്ഷേമനിധി ബോർഡ്, പിന്നെ മറ്റേ കൈത്തറി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട്, പിന്നെ അടയ്ക്കാത്തോട് പൊളിക്കാൻ ക്ഷേമനിധി ബോർഡ്, അടയ്ക്കയ്ക്ക് പ്രത്യേക ക്ഷേമനിധി ബോർഡ്, പിന്നെ തെങ്ങ് കയറ്റക്കാരന് ക്ഷേമനിധി ബോർഡ്, പിന്നെ തെങ്ങ് ചെത്തുന്നതിന് ക്ഷേമനിധി ബോർഡ്, തെങ്ങിന് പിന്നെ എന്നിട്ട് ഈ ബോർഡിലെല്ലാം ഓരോ ചെയർമാന്മാരും ഉണ്ടാവും. ഇതിനെല്ലാം ചെയർമാന്മാരും ഉണ്ടാവും, കാറും ഉണ്ടാവും, കുറേ സ്റ്റാഫും ഉണ്ടാവും, ഓഫീസും ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കുറയും. കുറേ ചെയർമാന്മാരുടെ ആഗ്രഹം നടക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറേ കാറിൻ്റെ പിന്നെ കാറും ലാഭമാണ്. ഹരിപ്പാട് തിരുവനന്തപുരത്ത് 2ാമതൊരു മെഡിക്കൽ കോളേജ്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആവശ്യമാണത്. കാരണം ഏറ്റവും നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിലുള്ള 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ തിരുവനന്തപുരവും, 2 മലപ്പുറം എന്ന് ഞാൻ പറയും. മലപ്പുറം ഒരിക്കലും അങ്ങനെയല്ല, അത് 100% ഉറപ്പിച്ച് പറയാം. വയനാടിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം അങ്ങനെയാണോ? മലപ്പുറത്തെന്ന് പറഞ്ഞാൽ മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ജീവിത രീതി തുടരുന്നത്. ജീവിത രീതി ആവാം, പക്ഷേ പല സ്ഥലങ്ങളിലും ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഈ പ്രശ്നമുണ്ട്, പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. പക്ഷെ മലപ്പുറത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ എപ്പോഴും ജീവിത രീതി വേറൊന്നാണ്. കാരണം അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നുണ്ട് പറയുക. പിന്നെ ക്യാൻസർ
ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, അത് ചെന്നിത്തല ചോദിച്ചതാണ്. പിന്നെ ക്യാൻസർ പ്രതിരോധത്തിന് ഇപ്പം മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായിട്ട് 20 കോടി. അതും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും പല ആളുകളെയും പോയിട്ട് ടെസ്റ്റ് നടത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാടുണ്ട്. തിരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി, അത് ഓട്ടോണമസ് ക്യാമ്പസുകളാക്കിയിട്ട് മെഡിക്കൽ കോളേജുകളെ മാറ്റി അവസാനം സംസ്ഥാന ആരോഗ്യ വകുപ്പിന് അതിൻ്റെ മേലെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അവർ തന്നെ അവിടെ പരീക്ഷ നടത്തുന്ന അവസ്ഥ വരും. അവർ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരും. അവർ തന്നെ അവിടുത്തെ ആളുകളെ ഹൗസ് സർജൻസിക്ക് ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ മേഖലയിലുള്ളതിനല്ല, ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം. ഇത് അതിനുള്ള പരിപാടിയാണ് പോകുന്നത്. അതായത് പിന്നെ ഇപ്പോൾ നമ്മളെ SRS സ്റ്റൈലിലും ഒക്കെ ആ രീതിയിലേക്കാണ് പോകുന്നത്. അത് ഇപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളുടെ മേലെ സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ല. അപ്പം അത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ അതിനകത്ത്. പിന്നെ ഉള്ളത് റാഗിങ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിങ് വെൽഫെയർ ആക്ട്, അതൊക്കെ സിദ്ധാർത്ഥന്റെ മരണം തന്നെ ഒരു കൊലപാതകമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കൊലപാതകത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അല്ല, അതെല്ലാം പറഞ്ഞത് അതൊക്കെ പിന്നെ ഒരു പൊടിക്കൈ പരിപാടി. അത് ഇടതു മുന്നണിയും വലതു മുന്നണിയും രണ്ടു കൂട്ടരും മാറി മാറി. അല്ല, ഞാൻ പറഞ്ഞ ഇവർ രണ്ടു കൂട്ടരും ചെയ്യുന്ന ഈ തമ്മാട്ടത്തിനും രണ്ടു കൂട്ടരും മാറി മാറി എല്ലാ കാലത്തും വിഷയങ്ങളാണ്. അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. വളരെ പോസിറ്റീവാണ്. ഇന്നും നമ്മുടെയൊക്കെ പിന്നെ ഗ്രാമാന്തരങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ പെട്ടിട്ടുള്ള പെൺകുട്ടികളൊക്കെ പഴയ കാലത്തെ പോലെ ഈ കീറിയ കൈലിയും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നാപ്കിൻ മേടിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയിൽ പോകുന്നവരുണ്ട്. അത് കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നെ അതേപോലെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റ് ഉൾപ്പെടെയുള്ളതുണ്ട്. ഇപ്പം നമ്മൾ പ്രാഥമികമായിട്ടുള്ളൊരു നോട്ടത്തിൽ നിന്നിട്ടുള്ള പറച്ചിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഒന്നാമത്തെ ബജറ്റ് അവതരണത്തിൻ്റെ സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതേ ഉള്ളൂ. കിട്ടി സാധനം കിട്ടിയതേ ഉള്ളൂ. കിട്ടി ഇത് മൊത്തം വായിച്ചു നോക്കിയിട്ട് പോലും ഇല്ല. ഡോക്യുമെൻ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ ഫോണിൽ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാതെയും കൃത്യമായിട്ട് ഇതിൻ്റെ വരുമ്പരാഴികളെക്കുറിച്ച് ബോധ്യപ്പെടാതെയും നമ്മളൊരു പിന്നെ പരിപൂർണമായ വിശകലനത്തിലേക്ക് പോകുന്നത് അത് കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്തതിന് തുല്യമായിട്ടുമായി മാറും എന്നുള്ളതുകൊണ്ട് പ്രാഥമികമായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വീണ്ടും നമുക്കിരിക്കാവുന്നതാണ്.